നാഗമടത്ത് തമ്പുരാട്ടിയിലെ പാട്ടെഴുതി. അപ്പം പാട്ട് ഞാൻ എഴുതി കൊടുത്ത് കമ്പോസ് ഇങ്ങെല്ലാം കഴിഞ്ഞ് അർജുനൻ മാഷ്. പക്ഷെ ഞാൻ പിറ്റേ ദിവസം റെക്കോർഡിങ് ഞാൻ വീട്ടിൽ വന്ന് ആ പാട്ട് അവരെല്ലാം ഓക്കെ ചെയ്ത പാട്ട് തന്നെ ഞാൻ വായിച്ചു നോക്കിയിട്ട് ആ സിറ്റുവേഷൻ അത്ര കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ആദ്യം എഴുതിയ പാട്ട് പകൽ തെളിഞ്ഞു മനമുണർന്നു, അങ്ങനെ ഒരു പാട്ടാണ്. അപ്പം ഞാൻ ആ ട്യൂണിൽ തന്നെ ഇനിയിപ്പോൾ സമയമില്ല, ആ ട്യൂണിൽ തന്നെ ഒരു പാട്ട് എഴുതിയ പറഞ്ഞ് പാടി ഇരുന്നപ്പം രാത്രി ആയപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ എഴുതിയ പാട്ടാണ് മാൻമിഴിയാൽ മനം കവർന്നു തിരുമുള്ളിൽ പകർന്നു. ഞാൻ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അർജുനൻ മാഷെ ചെന്ന് കണ്ടപ്പോൾ അർജുനൻ മാഷ് പറഞ്ഞു, മോനെ ഇതാണ് കറക്റ്റ് പാട്ട് എന്ന് പറഞ്ഞു. അത് വളരെ ജയേട്ടൻ പാടി, അത് വളരെ പോപ്പുലർ പാട്ടാണ്. ഞാൻ എഴുതിയ പാട്ടുകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പാട്ടാണ് മാൻമിഴിയാൽ മനം കവർന്നു. ഗാനരചയിതാവായി സിനിമയിൽ കുറച്ചധികം വർഷങ്ങൾ പിന്നിട്ട ശേഷമാണ് സിനിമാ നിർമ്മാണം എന്ന പരീക്ഷണത്തിന് ദേവദാസ് ഒരുങ്ങുന്നത്. യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. സിനിമാ മുതലാളിയുടെ കുപ്പായം ഒരൊറ്റ സിനിമയോടുകൂടി തന്നെ എന്നേക്കുമായി അഴിച്ചു വയ്ക്കുകയും ചെയ്തു ഇദ്ദേഹം. ഞാൻ ആർക്കെ ലോഡ്ജിൽ എല്ലാവരും സിനിമക്കാരും എല്ലാവരും കൂടി ഇരുന്നപ്പം പറഞ്ഞ് നമുക്കൊരു പടം എടുത്താലെന്താ. അപ്പോൾ അന്നേരത്തെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അങ്ങനൊരു പടം എടുക്കണമെന്ന് തോന്നി, അതത്രയേ ഉള്ളൂ. ഒരു സമയത്ത് സിനിമാ ഗാനങ്ങൾ കൂടുതലും റെക്കോർഡ് ചെയ്തിരുന്നത് മദ്രാസിലാണ്. ദേവദാസും മദ്രാശിയുടെ ഭാഗമായി സിനിമയിൽ സജീവമായിരുന്നു. മദ്രാശി വിട്ട് ഇദ്ദേഹം നാട്ടിലേക്ക് വണ്ടി കയറിയതോടെയാണ് സിനിമയിൽ നിന്ന് അകൽച്ചയുണ്ടാവുന്നത്. സിനിമാക്കാരും ഇദ്ദേഹത്തെ ഓർക്കാതെയായി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചില പുതിയ കാല ചിത്രങ്ങളിലൂടെ സിനിമാ ലോകത്തേക്ക് മടങ്ങിയെത്തുകയാണ് ഈ ഗാനരചയിതാവ്. പല സിനിമാക്കാരും കാണുമായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയാമല്ലോ. അവരെയൊക്കെ കാണുമ്പോഴും ഞാനിപ്പം രംഗത്തില്ലാത്ത കൊണ്ട് അവർക്കൊക്കെ വീണ്ടും നമ്മളെ ഒരു അവസരം തരാൻ പലർക്കും വൈമുഖ്യമായിരുന്നു. അപ്പം വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ കാണാക്കൊമ്പത്തെന്ന് പറയുന്ന പടത്തിൽ ഒരു പാട്ട് എഴുതിയത്. മോഹൻ സിത്താരായിരുന്നു സംഗീതം, ദാസേട്ടൻ പാടി. അതിനുശേഷം രായൻ ശങ്കരാടിയുടെ ക്ലിയോപാട്രയിൽ പാട്ടെഴുതി. അത് വളരെ സംതൃപ്തിയുള്ള ഒരു ഗാനമാണ്. അത് പുതിയ ഒരു പയ്യനാണ്, സൂര്യനാരായണ എൻ്റെ മ്യൂസിക്. സിനിമയിൽ നിന്ന് അവധിയെടുത്ത് മദ്രാസ് വിട്ട് നാട്ടിലെത്തിയ സമയത്താണ് ദേവദാസിന്റെ വിവാഹം. ഇവിടെ ഭാര്യയും 2 മക്കളുമായി പാട്ടിന്റെ ലോകത്തെ പഴയകാല പ്രശസ്തിയുടെ ഓർമ്മകളുമായി കഴിയുകയാണ് ഈ കലാകാരൻ. ഇപ്പോൾ സിനിമയിൽ വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലുമാണ് ഇദ്ദേഹം. ഇതെൻ്റെ വൈഫ് സുജാത, അധ്യാപികയാണ്, ബീവരം ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഇത് മകള് ശ്വേതാദേവ്, 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. പുള്ളിക്കാരി ഒരു ചിത്രകാരി, ചെറിയ രീതിയിലൊക്കെ കവിത എഴുതുന്ന കൂട്ടത്തിൽ. മോൻ്റെ പേര് സാരംഗ് ദേവ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്നലകളിൽ താൻ എഴുതിയ ഗാനങ്ങൾ ഇന്നിന്റെയും ഗാനങ്ങളായി സംഗീത ആസ്വാദകർ കേൾക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട് ദേവദാസിന്. ഇന്നലെയോളം എഴുതിയ പാട്ടുകളുടെ സ്മൃതിമധുരമായ ഓർമ്മകളുമായി ജീവിക്കാനല്ല, ഇനിയും ഒരുപാട് പാട്ടുകൾ എഴുതണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ കലാകാരൻ. 2ാം വരവിലും തന്നിലെ ഭാവനാസമ്പന്നനായ കവിയെ അടയാളപ്പെടുത്തുന്ന പാട്ടുകൾ തന്നെയാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ നല്ല പാട്ടുകൾ എഴുതിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇനിയും കുറച്ച് നല്ല പാട്ടുകൾ എഴുതണം എന്നെനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഈ ഓടി നടന്ന് പിടിച്ചെഴുതണം അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. എഴുതുന്ന നല്ല കുറച്ച് ഗാനങ്ങൾ എഴുതണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്.